ഹല്ലേലൂയ. ഗുഡ് ഈവനിങ്. എലോഹിം മിനിസ്ട്രിയുടെ എല്ലാ വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും എല്ലാ ക്രിസ്ത്യാനികൾക്കും എല്ലാ ഭക്തർക്കും ജാതിമത ഭേദമന്യേ വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയൊരു മെസ്സേജ് തുടങ്ങാം. ഹല്ലേലൂയ. നല്ലവനും വിശ്വസ്തനും നീതിമാനുമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, ഈ വചനങ്ങൾ പറയുമ്പോൾ കടഭാരത്തിലോ രോഗമായിട്ടോ ബുദ്ധിമുട്ടിലോ പ്രയാസങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് ഹല്ലേലൂയ, ഈ മെസ്സേജ് ഒരു അനുഗ്രഹമായി തീരണം. കർത്താവേ, അവരെ വിടുവിക്കണം. നാഥാ, എൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവരെ വിടുവിച്ച് സ്വതന്ത്രമാക്കണം. കർത്താവേ, ഹല്ലേലൂയ. പ്രാർത്ഥനയും യാചനയും കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മെസ്സേജിലേക്ക് കടക്കാം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഒരു വട്ടം കൂടെ നമുക്ക് വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഒരു വാക്യം കൂടെ വായിക്കാം. നേരത്തെയൊക്കെ അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുള്ളതാണ്, മെസ്സേജ് തന്നിട്ടുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഹല്ലേലൂയ. ഒരു വട്ടം കൂടെ വായിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പരിശുദ്ധാത്മാവിൻ്റെ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. കർത്താവ് പറയുക, ഞാൻ പോവുക, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. ആലോ പാരാക്ലീറ്റസ്. ആരാണ് പാരാക്ലീറ്റസ്? യഥാർത്ഥ പാരാക്ലീറ്റസ്, യഥാർത്ഥ കാര്യസ്ഥൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. അതുപോലെ മറ്റൊരു കാര്യസ്ഥൻ, ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചതാ. പക്ഷെങ്കിൽ ഞാനിപ്പോൾ അതല്ല പറയാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിൻ്റെ പ്രയോജനമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ എന്നിൽ വിശ്വസിച്ചാൽ നിങ്ങളും ചെയ്യും. ഞാൻ പോകുമ്പോൾ പകരം മറ്റൊരു കാര്യസ്ഥനെ അയക്കും. അവൻ വരുമ്പോൾ ഞാൻ ചെയ്തതിലും അധികം അവൻ ചെയ്യും. അതാണ് ഈ രണ്ട് വാക്യത്തിലുള്ള ഒരു വലിയൊരു മുഖ്യമായത്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, നിങ്ങൾ യെരൂശലേം വാങ്ങി പോകരുത്. നിങ്ങൾ ശക്തി പ്രാപിക്കണം. എന്നുവരെ ഒരു ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നുവരെ എന്ന് പറഞ്ഞിട്ടില്ല. ശക്തി നിങ്ങൾ
പ്രാപിക്കുന്നത് വരെ നിങ്ങൾ പുറത്തു പോകരുതെന്ന് 120 പേര് കൂടുന്ന സ്ഥലത്ത് വെച്ച് പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാറുണ്ട് പലരും. പക്ഷേ ഇവിടെ ഇപ്പോൾ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രയോജനങ്ങളാണ്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ നിങ്ങൾക്കുള്ള പ്രയോജനം എന്താണ്? ഹല്ലേലൂയ. ഇന്ന് പല വിശ്വാസികൾക്കും പലർക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ. സ്വന്തമായിട്ട് സ്കൂട്ടറുണ്ട്, പക്ഷെങ്കിൽ ഓടിക്കാൻ പറ്റുന്നില്ല. പുള്ളി രാവിലെ ഈ സ്കൂട്ടർ എടുത്തുകൊണ്ട് റോഡിൽ കൂടെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുക. ഇതാണ് പരിശുദ്ധാത്മാവ് കിട്ടാത്തവൻ്റെ ഒരു കാര്യം. എന്നാൽ പരിശുദ്ധാത്മാവ് കിട്ടുന്നവൻ്റെ കാര്യം ഈ സ്കൂട്ടറെ കയറിയുന്നവനെ ഓടിച്ചോണ്ട് അങ്ങ് പോകും. ഇത്രേ ഉള്ളൂ പ്രശ്നം. ഇതാണ് ഇതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്ന സംഭവം. ഒരു പ്രയോജനമാണ് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ശക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഒരു വചനം വായിച്ചുകൊണ്ട് നമുക്കതിനെ തുടരാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കൊരിന്ത്യർ 12:8, 9, 10. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിൽ സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. ഈ പൗലോസ് 3 സ്വർഗം വരെ എടുക്കപ്പെട്ട ഒരു അപ്പോസ്തലനാണ്. 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു അപ്പോസ്തലനാണ്. ആ അപ്പോസ്തലന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതുവരെ അതിൻ്റെ പണ്ഡിതന്മാർ ഇതുവരെ അതെന്തുകൊണ്ടാണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്നൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഏതോ ഒരു ബലഹീനത പുള്ളിയെ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു രോഗം പുള്ളിയെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഏത് രോഗമാണെന്ന് പറഞ്ഞില്ല. വേറെ വചനത്തിൽ പറഞ്ഞ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ. ഹല്ലേലൂയ. പൗലോസ് ഇവിടെ പ്രശംസിക്കുക കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ പറയാം. ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ. അവിടെയാണ് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈ അപ്പോസ്തലനായ പൗലോസ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടവന് നമ്മൾ ഒരു സ്വർഗത്തിലൊന്നും പോകണ്ട, പരിശുദ്ധാത്മാവിൻ നിറവിലൊന്ന് വീണാ മതി. പിന്നെ അവൻ്റെ പോക്ക് വേറെ ഒരു ലെവലിലാണ് പോകുന്നത്. പിന്നെ മറ്റവനുമായിട്ട് സഹകരിക്കത്തില്ല, വേറെ ആൾക്കാരുമായിട്ട് മിണ്ടുന്നതിന് അവന് പിണക്കാണ്. 2 മാസം കഴിയുമ്പോൾ അഭിഷേകം പോവുകയും ചെയ്യും. പക്ഷെ പരിശുദ്ധാത്മാവ് പൂർണ്ണനായ അപ്പോസ്തലനായ പൗലോസിന് കർത്താവ് പറയുന്ന ഒരു വാക്ക് ഞാൻ വായിക്കുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ 7-ാം അധ്യായം
വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് പ്രാർത്ഥിച്ചു. ശരിക്കും പൗലോസിനെ കുത്താൻ വേണ്ടി സാത്താന്റെ കൈ കുന്തം കൊടുത്ത ദൈവം അല്ല ഇത്. ഗ്രീക്ക് ബൈബിളിൽ കറക്റ്റായിട്ട് എഴുതിയ ആൾക്കാർ പ്രസംഗിച്ചതും എന്നോട് സംസാരിച്ചിരിക്കുന്നൊക്കെ കാര്യം വെച്ച് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്, സാത്താൻ കുത്തുന്നത് പോലെ അവന് തോന്നിയെന്നാ പറഞ്ഞു. സാത്താൻ കുത്തിയതുപോലെ തോന്നുന്നെന്നോ, അല്ലാതെ സാത്താന്റെ കൈ ശൂലം കൊടുത്ത് കർത്താവ് നിർത്തിയിരിക്കുകയല്ല. അവന് പലപ്പോഴും ചിലപ്പോൾ ആൻസൈറ്റി ആകാം, അജീർണതയാകാം, കണ്ണിന്റെ കാഴ്ചക്കുറവാകാം, അവന്റെ ശാരീരിക ക്ഷമതയുടെ പ്രശ്നമാകാം. പക്ഷെ ഇതെല്ലാം വരുമ്പോ അവൻ 3 വട്ടം കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഇത് നീങ്ങിപ്പോകേണ്ടതിന് വേണ്ടി. കർത്താവിനോട് പ്രാർത്ഥിക്കുക, 3 വട്ടം പ്രാർത്ഥിച്ചു. കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ കൃപ നിനക്ക് മതി, അത് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. എൻ്റെ കൃപ നിനക്ക് വരും, അത് നിന്നെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ആ വാക്യമൊന്നും ഓരോ വേടായിട്ടൊന്നും നമുക്ക് ഇനി എടുക്കാം. ഹല്ലേലൂയ. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. മുട്ടിന്മേൽ നിൽക്കുക. നമുക്ക് ഇത്ര രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ തീർന്നു. നമ്മുടെ മെഡിക്കൽ കോളേജിലും അല്ലാത്ത ആശുപത്രികൾ മുഴുവൻ വേണ്ട, വലിയ അസുഖമൊന്നും വരണ്ട, ചെറിയൊരു പനി, ചെറിയൊരു ജലദോഷം എന്നപ്പോൾ തന്നെ നമ്മൾ പോകും. ഇന്ന് ഞാൻ കഴിക്കുന്നൊക്കെ വ്യക്തി, അതുകൊണ്ട് എന്നെ കൂടെ കൂട്ടിയാ പറഞ്ഞെന്നാണ്. പക്ഷെ ആ പരിശുദ്ധാത്മാവ് നിറവുള്ളവന്റെ കാര്യത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത്. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, അത് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് പറഞ്ഞപ്പോൾ പൗലോസ് പറയുന്ന വാക്കുകളാണ് ഇനിയും കേൾക്കുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ ശക്തി, സഹോദര സഹോദരി, നിനക്ക് മാറാത്ത രോഗങ്ങളുണ്ടെങ്കിൽ, പലപ്പോഴും നിന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് രോഗമാണെങ്കിലും, നിന്റെ കുടുംബത്തിൽ എന്ത് പ്രശ്നമാണെങ്കിലും, കർത്താവ് പറയുന്നത് എൻ്റെ ശക്തി നിനക്ക് മതി, അത് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. നിന്റെ രോഗമാണോ, നിന്റെ കുടുംബ അന്തരീക്ഷത്തിന്റെ പ്രശ്നമാണോ, നിന്റെ കടഭാരമാണോ, നിന്റെ ഡിപ്രഷൻസ് ആണോ, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു വിളിച്ചു പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെക്കാൾ അധികം ചെയ്യും. ഹല്ലേലൂയ. അവൻ 3.5 വർഷം മനുഷ്യനായി വന്നപ്പോഴാണ് നമ്മൾ ഇതെല്ലാം കണ്ടത്. അവന്റെ അത്ഭുതങ്ങൾ, അവന്റെ അടയാളങ്ങൾ, അവന്റെ വീര്യപ്രവൃത്തികൾ, മരിച്ചവരെ ഉയർപ്പിക്കുന്നു എന്നൊക്കെ ഉള്ളതെല്ലാം നമ്മൾ മനുഷ്യനായി വന്നപ്പോഴാണ് കണ്ടത്. ആ മനുഷ്യനായിട്ട് വന്നവൻ സ്വർഗത്തിൽ തൻ്റെ മഹിമകൾ മുഴുവൻ അഴിച്ചു വെച്ചിട്ട് മനുഷ്യപുത്രനായിട്ട് ഭൂമിയിൽ വന്നപ്പോൾ ചെയ്ത കാര്യങ്ങളായി ഈ പറഞ്ഞത്. അത് നിങ്ങൾക്കൊരു പ്രയോജനമായി മാറിയില്ലേ? നിന്റെ കുടുംബത്തിന്റെ പ്രശ്നം, യായിറോസേ,
നിന്റെ മകൾ ഉയർത്തെണീറ്റ് പോയപ്പോൾ നിനക്ക് ബെമ്പർ അടിച്ചില്ലേ? അതൊരു പ്രയോജനമായി മാറിയില്ലേ? ബർത്തിമായി, നിന്റെ കുരുട്ട് കണ്ണ് തുറന്നത് മനുഷ്യനായി ഞാൻ വന്നപ്പോ നിന്നെ തുറന്നതാ. അത് നിനക്ക് ബെമ്പർ അല്ലേ? ഹല്ലേലൂയ. ലാസറേ, നീ മരണത്തിന്റെ ഇടനാഴിയിലൂടെ കടന്നുപോയപ്പം ഒറ്റ വാക്കുകൊണ്ട് നിന്നെ പുറത്തെത്തിച്ചത് ഞാൻ മനുഷ്യനായിട്ടിരുന്നപ്പോഴാ കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പോവുക. ഇനി വരുന്നവൻ മനുഷ്യനായിട്ടല്ല, തൃത്വത്തിൽ മൂന്നാമനായ ദൈവമായിട്ടാണ് പുറത്തു വരുന്നത്. നമ്മുടെ കൂടെ വസിക്കാൻ ഇങ്ങനെ എഴുതിയിരിക്കും, നമ്മുടെ കൂടെ എന്നേക്കും വസിക്കാൻ. ഇന്ന് വസിച്ചിട്ട് പോകാനല്ല, എന്നേക്കും വസിക്കാൻ. സഹോദര, നിന്റെ അടുത്ത് പരിശുദ്ധാത്മാവുണ്ട്. നീ പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിനെ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. പരിശുദ്ധാത്മാവ് നിന്റെ അടുത്ത് ഓടി വരുന്ന വില കുറഞ്ഞ ആളല്ല, തൃത്വത്തിലെ മൂന്നാം ദൈവമാണ്. യേശുക്രിസ്തുവിന് നീ എന്തുമാത്രം വില കൊടുക്കുന്നുണ്ടോ അത്രയും വില കൊടുക്കേണ്ട ദൈവമാണ് പരിശുദ്ധാത്മാവും. അവനെല്ലാത്തിനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സൃഷ്ടിപ്പിൽ വരുവീൻ, നമുക്ക് ബാബേ ഗോപുരം പണിത് പൊങ്ങിക്കൊണ്ടിരിക്കുക. എങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു പറയുന്നൊരു ഭാവമുണ്ട്. വരുവീൻ, നമുക്ക് അവരുടെ പണിയെല്ലാം കാണാം. പരിശുദ്ധാത്മാവുണ്ട് കൂടെ. ഇവർ മൂന്ന് പേരുണ്ട്. ഭൂമിയുടെ സൃഷ്ടിപ്പിൽ വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ്. ആ ദൈവ ഇന്ന് നമ്മൾക്ക് വേണ്ടി യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് ഇന്ന് നിന്റെ കൂടെ വസിക്കുകയാണെന്ന്. ആ ശക്തി നീ ഇന്ന് വ്യാപരിച്ചാൽ നിന്റെ കഷ്ടം മാറും. ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് നസറേൻ പറഞ്ഞത് വാക്ക് ഇതാ. ഹല്ലേലൂയ. എന്ന് വരെ കഷ്ടമുണ്ട്. ഹല്ലേലൂയ. രണ്ട് കാര്യം ഇവിടെ നടന്നാൽ കഷ്ടം തീരും. ഒന്ന്, നീ മരിക്കണം, നിന്റെ കഷ്ടം ഭൂമിയിലെ തീരാൻ. രണ്ട്, കാഹളനാദം ധ്വനിക്കണം, കർത്താവ് വരുമ്പോൾ, നിന്നെ എടുക്കപ്പെടുമ്പോൾ നിന്റെ കഷ്ടം തീരും. നമ്മൾ ഓരോ മനുഷ്യരെ കുറിച്ചും പറഞ്ഞ്, നമുക്ക് കുഞ്ഞു പിള്ളേരുണ്ടായി, അവരെ പോറ്റി വളർത്തി 1ാം ക്ലാസ്സിൽ ചേർത്തപ്പത്തിന് ഈ കുസൃതി എല്ലാം കുറയുമല്ലോ എന്ന് ഓർത്ത് നമ്മൾ ചേർക്കുന്നു. കുഴപ്പമില്ല. അപ്പോൾ 1ാം ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇവക്ക് ഈ ഒന്നും എഴുതാൻ അറിയത്തില്ലെന്ന്. അപ്പോൾ ഓർത്തുനിന്ന് 5ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പിടിക്കാം കൊച്ചിനെ. 5ാം ക്ലാസ്സിൽ ചെന്നപ്പോഴത്തിന് അതിലും അപ്പുറമായപ്പോഴത്തിന് ഒരു ട്യൂഷനൂടെ കൊടുത്ത് റെഡിയാക്കി. അങ്ങനെ വന്ന് 10ാം ക്ലാസ്സിൽ ചെന്നു. 10ാം ക്ലാസ്സിൽ ചെന്നപ്പോഴത്തിന് ഇനിയുണ്ട് അടുത്ത പഠിത്തമെന്ന് മനസ്സിലായി. +2 പാസ്സാണ്. +2 ഒക്കെ എങ്ങനെയൊക്കെ തല്ലിക്കൂട്ടി ഒപ്പിച്ച് ട്യൂഷനൊക്കെ കൊടുത്ത് കൊച്ചിനെ ജയിപ്പിച്ച് ഹയർ സെക്കൻഡറിയിലേക്ക് UK പറഞ്ഞു വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളായി ഒക്കെയായി. അത് കഴിഞ്ഞ് വിവാഹത്തിൻ്റെ പ്രായമായി. അമ്മോൻ വിവാഹത്തിൻ്റെ പ്രായമായപ്പം അപ്പനും അമ്മയും കൂടെ വിവാഹം കഴിച്ചു കൊടുത്തു. ഇവർക്കെന്താ പ്രശ്നം? ഇവരെല്ലാം വളർത്തി കഴിഞ്ഞിട്ടൊന്ന് സ്വസ്ഥതയ്ക്ക് ഇരിക്കാനെന്നും കണ്ടായിരിക്കുന്നത്. സമാധാനത്തോടു കൂടി വാർദ്ധക്യകാലം ശിഷ്ടകാലം ജീവിക്കാൻ വേണ്ടി ഇരിക്കുന്ന ടീംസായി ചെയ്യുന്നത്. പയ്യനെ കല്യാണം കഴിച്ചു കൊടുത്തു. 2 പിള്ളേരൊക്കെ ഉണ്ടായി. ദേശത്തു നിന്ന് അവർ വന്നിട്ട് അപ്പനെയും അമ്മയും ഏൽപ്പിച്ചിട്ട് അവർ പോയി.
ഇപ്പം ഇവരുടെയൊക്കെ നല്ല കാലങ്ങളൊക്കെ കണ്ടിട്ട് കണ്ണടയ്ക്കാന്ന് കണ്ടിരിക്കുമ്പോഴാണ് പിള്ളേരെയും കൊണ്ട് അടുത്ത ഫ്ലൈറ്റിൽ പറന്നു വന്നിട്ട് വീട്ടിൽ കൊണ്ട് അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും കൈ കൊടുക്കുന്നത്. പിന്നെ എന്തൊരു സുന്ദരമാണെന്ന് നോക്കി. ആ പിള്ളേരെയും വളർത്തി ഇങ്ങനെ അവർ കഷ്ടത. അപ്പച്ചന് മൊത്തത്തിൽ മുട്ടിന് തേയ്മാനമായി, ഷുഗറായി, കൊളസ്ട്രോളായി, പ്രഷറായി, തല തിരിക്കാൻ മേല സ്പോണ്ടലൈറ്റിസായി, നടുവുവേദനയാ, ഡിസ്ക് തെന്നി നിൽക്കുക. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേന് സ്വസ്ഥത കിട്ടിയോ? ഇല്ലല്ലോ. ഈ കഷ്ടം മാറിയോ? ഇല്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് മോനും മരുമോളും കൂടെ കുഞ്ഞിനെയും കൊണ്ടങ്ങ് പോയി UK. ഉടനെ പറയാ, ഇനി അങ്ങ് കണ്ണടച്ചാൽ മതിയായിരുന്നു പറഞ്ഞ് എൻ്റെ 2 ദിവസം കഴിഞ്ഞ് പുള്ളി കണ്ണടയ്ക്കുകയും ചെയ്തു. ഇനി മരിക്കുന്നവിടെ വരെ കഷ്ടമുണ്ട്, അല്ലേ കർത്താവിൻ്റെ കാഹളനാദം ഓടുന്നുണ്ട്. പക്ഷെ ഒരൊറ്റ വഴിയുണ്ട്. ഹല്ലേലൂയ. നീ എന്നും ഈ കഷ്ടതയും കൊണ്ട് പോകണ്ട സഹോദര. കഷ്ടതയെ അതിജീവിക്കുവാനുള്ളത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ വന്നാൽ ഈ ലോകത്തിലെ കഷ്ടമൊന്നും സാരമില്ല സുഹൃത്തെ. നിന്റെ മേൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഒന്ന് അടിക്കട്ടെ. നീ പറയും, സന്തോഷത്തോടു കൂടി പറയും. പൗലോസ് അങ്ങനെയാ പറഞ്ഞത്. ഞാൻ ഒന്ന് വായിക്കട്ടെ, അത് കഴിഞ്ഞ് ബാക്കി പറയാം. ഹല്ലേലൂയ. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിനെ സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അത് സന്തോഷത്തോടെ പ്രശംസയോടെ ഞാൻ അതിനെ സ്വീകരിക്കുന്നു. ഇപ്പോൾ അത് പൗലോസിന് ഇത് നീങ്ങിപ്പോണമെന്ന് പറഞ്ഞ പൗലോസ് പറയാണ്, ഇത് എന്നിൽ നിന്ന് നീങ്ങിപ്പോണേന്ന് പറഞ്ഞ് 3 വട്ടം കൂടി ഉപവാസം ഇരുന്നതാ. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, അതിന് എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. പക്ഷെങ്കിൽ അന്ന് മാറണമെന്ന് എന്ത് കാര്യത്തിനാണോ മാറണമെന്ന് പൗലോസ് ഇരുന്നോ ആ വിഷയം ഇന്ന് സന്തോഷമായിട്ട് മാറുകയാണ്. അതൊരു പ്രശംസയായിട്ട് കൊണ്ട് നടക്കുക പൗലോസ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശംസയുണ്ടോ? എന്താ ചേച്ചി? നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ബിജോടി ചോദിക്കുക, ചേച്ചി ഇപ്പം അങ്ങനെ ഉണ്ട്, ജീവിതത്തിൽ ബുദ്ധിമുട്ടൊക്കെ പ്രയാസമൊക്കെ ആണോ ഇത് പറയാൻ? മൊത്തത്തിൽ പ്രശ്നമാണ്. വീട്ടിൽ മുഴുവൻ ആകപ്പാടെ പ്രശ്നമാണ്. ഒരു ദൈവവിശ്വാസികളുമാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്. പ്രശ്നമില്ലാത്തവരില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങ് ഭയങ്കരമാനം നമുക്കും ഉണ്ട്, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേങ്കിലേ പൗലോസ് പറയുക, ഞാനിപ്പം ആ പ്രശ്നങ്ങളെല്ലാം ഞാൻ പ്രശംസിക്കുകയാണ്. നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ആദ്യം പറഞ്ഞ അതെന്നെ വിട്ട് നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. അതിനുവേണ്ടി പ്രാർത്ഥിച്ച പുള്ളിക്കാരൻ പിന്നെ പറയാ, ഞാനതിനെ ഇഷ്ടപ്പെടുന്നു. ഇപ്പം പറയാ, ഞാനതിനെ പ്രശംസിക്കുകയാണ്, എനിക്കത് കിട്ടിയത്. ഇനി ഒന്നുകൂടെ ഒരു വാക്കുകൾ വായിച്ചിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുപ്പം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനതയായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനുമാകുന്നു. ഇപ്പം പുള്ളി പറയുകയാണ്, ഇപ്പം ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന്. എൻ്റെ കഷ്ടമേ ഇഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന്. ആദ്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് അതിനെ പ്രശംസിപ്പിച്ചെന്ന്. എൻ്റെ ശക്തി, അതാണ് നമ്മുടെ പ്രശംസ.
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരുവനിലേക്ക് വന്നാൽ അവൻ്റെ കഷ്ടം ഈ ലോകത്തെ സാരമില്ലെന്ന്. കഷ്ടം സഹിക്കാത്ത മനുഷ്യൻ ഈ ലോകത്തിലില്ല. ഏതു മനുഷ്യനും കഷ്ടത്തിലൂടെ കടന്നു പോകും. പക്ഷെങ്കിൽ കർത്താവ് പറയുന്നത്, എങ്കിലും നീ ധൈര്യപ്പെടുവീൻ, ലോകത്തിൽ കഷ്ടമുണ്ട്. ആ കഷ്ടത്തെ ജയിക്കാൻ ഞാൻ കടന്നു പോവുക. പക്ഷെങ്കിൽ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് എന്നേക്കുമായി നിന്റെ കൂടെ ആവസിക്കുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ കഷ്ടമൊന്നും സാരമില്ല. ഹല്ലേലൂയ. ഈ പൗലോസിനെ ഇത്ര ഇഷ്ടപ്പെടാൻ എന്താ കാരണം? അവന്റെ ബലഹീനത അല്ലെങ്കിൽ രോഗത്തെക്കാട്ടിലും വലിയ സന്തോഷവും ശക്തിയും അവന്റെ മേൽ അടിച്ചത്. ഹല്ലേലൂയ. ഈ ശക്തി മൺകൂടാരങ്ങളിൽ പകരുന്നു. ഹല്ലേലൂയ. ഈ അത്യന്ത ശക്തി നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ ശക്തി പൗലോസിന്റെ മേൽ ആഞ്ഞടിച്ചപ്പോ ബലഹീനത അല്ലെന്ന് ഈ ശക്തി അവൻ പ്രശംസിച്ചത്. അതാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ഇനി എന്റെ നീങ്ങി പോകണ്ടെന്നാ പറയുന്നത്. പൗലോസ് പറയുന്നതാണ്, ഈ ബലഹീനത എൻ്റെ ഉള്ളിൽ നിന്ന് പോയാലേ, ബലഹീനത മാറിപ്പോയാലേ ഈ ശക്തി എനിക്ക് അനുഭവിക്കാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് സുഹൃത്തേ, ദൈവമക്കളെ, ഇടയ്ക്കൊക്കെ വെച്ച് കഷ്ടം വരുന്നതും രോഗം വരുന്നതും ഒക്കെ നല്ലതാ. നിങ്ങൾ ദൈവത്തിൻ്റെ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു കയറിയിട്ട് അതിനെയൊക്കെ തച്ചുടച്ചു കളയുന്ന ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം തന്നിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ അടുത്ത ഒരു വാക്യോടെ ഞാൻ വായിച്ചിട്ട് ഞാൻ എൻ്റെ ഇത് നിർത്താം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ 11 അധ്യായത്തിൻ്റെ 23 വാക്യം മുതൽ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരായ ഞാൻ ഒന്നുകുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനെ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ട് 3 വട്ടം. സ്തെഫാനോസിനെ കല്ലെറിയുമ്പോഴത്തിന് ഒരു പുള്ളിയുടെ അടുത്തോട്ട് ഇവൻ കല്ലെറിഞ്ഞില്ല, എന്നാലും അവൻ വസ്ത്രം അങ്ങോട്ടെറി ഇങ്ങോട്ടെറി എൻ്റെ തലക്കിട്ട് പിടിപ്പീര് എന്നും പറഞ്ഞ് വെച്ചോണ്ടിരുന്ന പുള്ളിയാണ് ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ പുള്ളിക്ക് കിട്ടിയില്ലെങ്കിൽ ഒക്കത്തില്ലത്. വിതയ്ക്കുന്നത് കൊയ്യത്തുള്ളൂ. ഇത് നേരിട്ട് ഏറ് വരുന്ന, മറ്റേ പുള്ളി മറിഞ്ഞിരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ. ഇതൊന്നും ദൈവം മറക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കൽ കല്ലേറുകൊണ്ട് 3 വട്ടം. കപ്പച്ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദിയിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, അത് വളരെ കൂടുതലാണ്. ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്നും തിരക്കും ഉണ്ട്. സകല സവിസ്തരവും കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാം, എനിക്ക് രോഗത്തെക്കുറിച്ചല്ല ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് സഭകളെക്കുറിച്ചുള്ള ചിന്താഭാരങ്ങളാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി അവൻ്റെ മേൽ അടിച്ചപ്പോൾ ഉണ്ടല്ലോ, അവൻ്റെ കഷ്ടമെല്ലാം മാറിപ്പോയിട്ട് അവൻ്റെ ഈ ഉറക്കളപ്പും ബലഹീനതയും കപ്പൽച്ഛേദവും പട്ടിണിയും 1 കുറേ 4 അടി എല്ലാം കൊണ്ടിട്ടും കല്ലേറും എല്ലാം കൊണ്ടിട്ടും അതിനൊന്നും പുള്ളിക്കാരൻ ഒന്നും ഒരു കഷ്ടമായിട്ട് കാണുന്നില്ലെന്ന്. അപ്പൊ സഭയെക്കുറിച്ചുള്ള അവൻ്റെ ചിന്ത ഭാരം അവൻ്റെ മേൽ വന്നത്. ഹല്ലേലൂയ, സ്തോത്രം.
ഏതെങ്കിലും സഭയിലുള്ള ആർക്കെങ്കിലും, എല്ലാവരെയും കുറിച്ചും ഞാൻ പറയുന്നില്ല, ചില സഭയെക്കുറിച്ചുള്ള ചിന്താഭാരം കയറി നടക്കുന്ന ആൾക്കാരുണ്ടോ? ആരുമില്ല. അവരുടെ കുട്ടികൾ വിദേശത്ത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, അത്ര മാത്രം. ഒരു പാസ്റ്ററുടെ മക്കളും ഇപ്പം മക്കളെ ബൈബിൾ കോളേജ് വിടുന്നുണ്ടോ? ഇല്ല, വിടുന്നില്ല. പിന്നെ കർത്താവിന് ഈ ബൈബിൾ കോളേജ് വിട്ടാലും കർത്താവിനൊന്നുമില്ല. കർത്താവിന് വേണ്ട ആൾക്കാരെ തക്ക സമയത്ത് തിരഞ്ഞെടുത്തോളും. പൗലോസിനെ പോലെ ചിന്താഭാരമുള്ള, ദൈവസഭകളോട് ചിന്താഭാരമുള്ള, ദൈവശക്തിയോട് കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ പേറുന്ന ആൾക്കാർ ദൈവം തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഉണർവിൻ്റെ ഈ കാലഘട്ടത്തിൽ ദൈവം തിരക്കുക. ഹല്ലേലൂയ. ആദ്യം പറഞ്ഞു ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ലോകത്തെ ജയിച്ചവൻ ക്രിസ്തുവാ. ഹല്ലേലൂയ. ആ ക്രിസ്തു പറയാണ്, ഹല്ലേലൂയ, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നെ ഞാൻ ചെയ്തതിനെക്കാൾ കൂടുതൽ അധികമായി അവൻ ചെയ്യും. ഹല്ലേലൂയ. അവൻ്റെ കൂടെ ഉള്ളത് എന്നേക്കുമായിട്ട് അവൻ്റെ കൂടെ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവായ ഹോളി സ്പിരിറ്റാണ്. ഹല്ലേലൂയ. ആ ഹോളി സ്പിരിറ്റ് നിന്റെ മേൽ വന്നാൽ നിന്റെ മാറ്റം നിന്റെ മാറ്റം നീ തന്നെ നിന്റെ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാത്ത രീതിയിൽ നിന്നെ ദൈവം നടത്തും. മുമ്പ് നിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി സർവ്വതും കിട്ടും. സഹോദര, ഞാൻ ആ ഒരു തീർച്ചയായും നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നുമില്ലേലും ഈ ദൈവത്തിൻ്റെ ശക്തി ഒരിക്കലും എൻ്റെ ഉള്ളിൽ നിന്ന് പോകരുതേ എന്നുള്ള ഒരു വലിയൊരു ഇതായിട്ട് നിൽക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവശക്തി അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുക, നിൻ്റെ ഏത് കഷ്ടമുണ്ടോ, നിൻ്റെ മേൽ ഇറങ്ങി വരുന്നൊരു അത്യന്ത ശക്തിയുണ്ട്. നിൻ്റെ കുടുംബ കടഭാരമായിട്ട് നീ ഭാരപ്പെടുന്നുണ്ടോ, ഇന്ന് രാത്രി നീ ദൈവത്തോട് നീ സംസാരിച്ചേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ, ഹല്ലേലൂയ, നിന്റെ കടഭാരം മാറിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ വീടിന്റെ സ്ഥിതി തന്നെ മാറും. എപ്പോഴും സോമൻ കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പുറത്തെ ശശിയുടെ വീട്ടിൽ നിന്ന് കൂടോത്രം ചെയ്തെന്നൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അവിടുത്തെ പിശാച് വിളിച്ചു പറയും, എന്നാന്നറിയോ, ഞാൻ അവിടുന്ന് പോയിട്ടേ നിന്റെ അടുത്തൊന്ന് പോയിട്ട്, ലീലാമേ നിന്റെ അടുത്തൊന്ന് പോയിട്ട് വർഷം പലതായി. മേളിൽ നിന്ന് ഗബ്രിയേലും മികായേലും പറയുക, ഈ പോയ പുള്ളിയുടെ കാര്യം ഈ ലീലാമയെ അറിഞ്ഞിട്ടില്ലെന്ന്. അവിടെ പിശാചും പറയുന്നുണ്ട്, ദൂതന്മാരും പറയുക, നീ മറ്റുള്ളവരെ പഴി ആരിക്കൊണ്ടിരിക്കുക, അവര് ചെയ്തു ഇവര് ചെയ്തു. പിശാച് തന്നെ വിളിച്ചു പറയുന്നത്, നിന്റെ കരം, നിന്റെ തോളിലിരിക്കുന്ന കരം ആരുടെയാണെന്ന് നോക്ക്. ക്രിസ്തുവിന്റെ കരമാണ് നിന്റെ ഭാരമായിട്ടിരിക്കുന്നത്. അത് ശാപമാണോ, രോഗത്തിൽ നിന്നുണ്ടായതാണോ? ആ കരം നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവിക പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് കരമെടുത്ത് മാറ്റിക്കോളും. ഹല്ലേലൂയ. നീ അതിനൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. എന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് വഴി പറഞ്ഞ് നീ നടന്നാൽ നിന്റെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകത്തില്ല സഹോദര, സഹോദരി. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രയോജനങ്ങളുണ്ടാകും. ഹാലും നിങ്ങളുടെ കുടുംബത്തിൽ, കുഞ്ഞുങ്ങൾക്ക്, നിങ്ങളുടെ എല്ലാത്തിനും, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യത്തിലും, മക്കളുടെ വിദ്യാഭ്യാസമാണ്, വിദേശയാത്രകളാണ്, ഇതിലെല്ലാം ദൈവം ശക്തമായി നിങ്ങളോട് ഇടപെടും സഹോദര. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ആമേൻ.